അപ്സ റെജി കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കടന്ന് കറങ്ങിയ ഒരു സംഭവമാണിത്. അതായത് ഒരു പെൺകുട്ടി KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നു. അപ്പൊ അവരെ കംഫോർട്ടബിൾ അല്ല എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ, അത് ഇൻസ്റ്റാഗ്രാം വഴി പ്രചരിപ്പിക്കുന്നു. അതിൽ ഈ കുട്ടിയുടെ അടുത്തിരിക്കുന്ന ഒരു ചേട്ടൻ അയാളുടെ മുഖം ബ്ലറർ ചെയ്തിരിക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത്, ഞാൻ ഇവിടെ ഇത്രയധികം സീറ്റ് ഉണ്ടായിട്ടും ഇദ്ദേഹം എന്റെ അടുത്ത് വന്നിരുന്നു, എന്നിട്ട് ഞാൻ കംഫോർട്ടബിൾ അല്ല, ഇത് എല്ലാവരിലോട്ടും പ്രചരിപ്പിക്കുന്നു. അങ്ങനെ എന്താണ്ട് ഒരു സംതിങ് സാധനം നമ്മളോട്ട് ഇങ്ങനെ ഇറക്കി വിട്ടപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു അത് എന്താണ്, അയാളുടെ മുഖം ബ്ലർ ചെയ്തിരിക്കുന്നു, അതിനൊരു എക്സ്പ്ലനേഷൻ ഈ കുട്ടി കൊടുത്തിരിക്കുന്നു. കാരണം ഇയാളുടെ കുടുംബം തകരാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. പ്ലസ് ഈ കുട്ടി ഒരു മാസ്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒരു സംഭവം നല്ല കുറച്ച് പാരഗ്രാഫായിട്ട് 2 തവണ ഈ വീഡിയോ ഇറക്കുന്നു. അതായത് ആദ്യത്തെ തവണ നോർമല് ഈ വീഡിയോ അത്യാവശ്യം ആൾക്കാരിലോട്ട് റീച്ച് ആയി. പിന്നെ ഇത് ഇംഗ്ലീഷിൽ ഇത് പാരഗ്രാഫ് കൊടുത്തത് കൊണ്ട് ഈ കുട്ടി രണ്ടാമത് ഈ പോസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഈ വീഡിയോ ഇങ്ങനെ വന്ന സമയത്ത് ഞാൻ ഈ സൈഡിൽ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഈ വീഡിയോ വന്ന സമയത്ത് ഓൾമോസ്റ്റ് ആൾക്കാരും ഇതെടുത്തിട്ട് റിയാക്ട് ചെയ്തു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്ന ഒരു സംഭവമാണ്, ഈ കുട്ടിക്ക് അവിടെ നിന്ന് മോശമായിട്ട് ഒരു അനുഭവം ഇയാളിൽ നിന്ന് ഉണ്ടായതായിട്ട് നമുക്ക് ഒന്നാമത്തെ കാര്യം ആ വീഡിയോയിൽ നിന്ന് വ്യക്തമല്ല. പിന്നെ നമ്മളത് മനസ്സിലാക്കിയത് ഈ കുട്ടി അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു പാരഗ്രാഫ് എക്സ്പ്ലനേഷൻ ഉണ്ട്. ആ എക്സ്പ്ലനേഷൻ ബേസ് ചെയ്താണ് നമ്മൾ ഈ കുട്ടിക്ക് ഇന്ന ഒരു സംഭവം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായത്. പിന്നെ നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ആണ്. അപ്പം നമ്മൾ അത് അരിച്ചു പെറുക്കി നോക്കിയപ്പോഴും അയാൾ മാന്യമായിട്ടാണ് ഇരിക്കുന്നത്. ഈ കുട്ടിയെ തട്ടുവോ മുട്ടുവോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഈ കുട്ടിയാണ് ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ അടുത്ത് ഒരാൾ നിൽക്കുമ്പോൾ കൈ ഇങ്ങനെ പൊക്കി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഒരിടയില്ലെങ്കിൽ അത്യാവശ്യം സൈസുള്ള 2 പേര് വന്നിരുന്ന മൂന്നാമതാക്കി ഇരിക്കാൻ ഇടയില്ല. KSRTC ബസ് സീറ്റ് അല്ലേ, നമുക്കറിയാവുന്നതാണ്. അപ്പം അവിടെ ഈ കുട്ടി എന്താണ് ക്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായില്ല. നമുക്ക് പേഴ്സണലി മനസ്സിലായത് ആ കുട്ടിയെ അയാളൊന്നും ചെയ്തില്ല എന്നുള്ള ഒരു കാര്യമാണ്. അപ്പം ഇതിനോടനുബന്ധിച്ച് കുറെ അധികം കമന്റുകളും ഈ കുട്ടിയുടെ കമന്റ് ബോക്സിൽ വന്നു. റീച്ചിന് വേണ്ടിയല്ലെന്ന്. അപ്പം അതിനുശേഷം ഈ കുട്ടി വേറെ 2 വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി പിന്നീട് ഇറക്കിയ 2 വീഡിയോകളും ഒന്ന് കണ്ടു നോക്കിയിട്ട് നമുക്ക് അതിന് മറുപടി പറയാം. ഹായ്, ഞാൻ അപ്സ കേരജി. നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെൺകുട്ടിക്ക് മാത്രമേ അത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ ലൈഫിൽ നടന്നൊരു റിയൽ ഇൻസിഡൻറ്റ് വീഡിയോ ആയിട്ട് കാണിച്ചു. അതിൻ്റെ കമൻസിൽ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണ്, ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ്. ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറേ പേരുണ്ടല്ലോ, അവരെന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ചോദിക്കത്തില്ല. എന്താ, അവർക്ക് കണ്ടന്റ് വേണം. കണ്ടന്റ് ഇല്ലാതിരുന്ന സമയത്ത് പുതിയ കണ്ടന്റ് കിട്ടി, അതുകൊണ്ട് അവരത് ആഘോഷിക്കുന്നു, അത്രേ ഉള്ളൂ. എക്സ്ക്യൂസ് മീ, ഇവിടെ എനിക്ക് ഒരു ഇതുണ്ട്. ഞാൻ ഈ കുട്ടിയോട് DM ചെന്നിട്ട് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്താണ് പ്രശ്നമെന്ന് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഈ കുട്ടി മറുപടി തന്നില്ല. അപ്പം ഞാൻ ഓൾമോസ്റ്റ് ഒരുപാട് ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്ത് ഇന്നത്തെ ദിവസമാണ്, ഇന്ന് 14-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ കുട്ടി എനിക്ക് മെസ്സേജ് ഒന്നും തന്നിട്ടില്ല, ഇതിനൊരു റിപ്ലൈ തന്നിട്ടില്ല. ഈ കുട്ടി പറഞ്ഞ എക്സ്പ്ലനേഷൻ ആണ്. പിന്നെ വേറെ കുറെ പേര് ആ വീഡിയോ കണ്ട് ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ റിയാക്ട് ചെയ്തില്ലെന്ന്. നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ ഇല്ലെന്ന്? ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ്സ് വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞാൻ അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട. പിന്നെ വേറെ കുറെ പേര് ചോദിക്കുന്നുണ്ട്, അയാൾ മാന്യമായിട്ടാണല്ലോ ഇരിക്കുന്നത്, അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അയാൾ പിന്നെ മാന്യനായിരുന്നു. എന്റെ കമന്റ് സെക്ഷനിലുള്ള കുറെ ആളുകളുണ്ടല്ലോ, അവരാ ഏറ്റവും വലിയ ക്രിമിനൽസ്. നമ്മൾ പേടിക്കേണ്ടത് അവരെയാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ നാളെ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാവും എന്ന് പറയുന്നത്, അപ്പൊ നിങ്ങൾ ആദ്യം തെളിവ് ചോദിക്കുവോ? അതോ അവരൊന്നും പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്റെ പഴമിരിഞ്ഞ് ഇരുന്നേന്ന് ചോദിക്കുവോ? നിങ്ങൾ അതായിരിക്കും ചോദിക്കാൻ പോകുന്നത്. ഇത് കാണുന്ന എന്റെ അനിയത്തിമാരോട് എനിക്കൊരു കാര്യം പറയുള്ളൂ, നിങ്ങളും എന്നെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒട്ടും സേഫ് അല്ല. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുത്തോ ജോലിക്കായിട്ടോ വേറെ ഏതെങ്കിലും രാജ്യത്തോട് ഓടി രക്ഷപ്പെടാൻ നോക്കും. നിങ്ങൾക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാകത്തില്ല. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്റെ കമന്റ് ബോക്സ്. അതെന്ത് വർത്തമാനമാണ് അപ്സ പറഞ്ഞത്? അത് ഇയാൾ പറഞ്ഞത് ഒട്ടും ഞാൻ യോജിക്കുന്നില്ല. റിയാക്ഷൻ വീഡിയോസുകാർക്ക് ഒരു കണ്ടന്റ് കിട്ടാൻ നോക്കിയിരിക്കില്ല. റിയാക്ഷൻ വീഡിയോക്കാർക്ക് എന്നും കണ്ടന്റ്, 5-6 കണ്ടന്റ് എങ്ങനെ നോക്കിയാലും ഉണ്ട്. പിന്നെ നമ്മൾ ഇതെടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നതെന്ന് ഈ കുട്ടി കാണിച്ച വീഡിയോയിൽ നമുക്ക് വ്യക്തതയില്ല. അല്ലെങ്കിൽ ഇയാൾ ഒരു കേസ് കാര്യങ്ങളുമായിട്ട് ഇതുവരെ പോയിട്ടില്ല. അപ്പം അല്ലെങ്കിൽ ഒരു കേസ്, അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിക്കായിട്ട്, അല്ലെങ്കിൽ അവിടെ കണ്ടക്ടർ ഉണ്ട്, അവരോട് പറയോ മറ്റാരോടെങ്കിലും പറയോ ഒക്കെ ചെയ്തിട്ട് അവിടെ അങ്ങനെ ഒരു സംഭവം സെറ്റപ്പ് ആണെങ്കിൽ നമുക്ക് പിന്നെ എന്തെങ്കിലും വിശ്വസിക്കായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഞാൻ ഈ സൈഡിൽ വെക്കാം, വ്യക്തമായിട്ട് നോക്കി അയാൾ തെക്ക് വടക്ക് നോക്കിയിരിക്കുകയാണ്. ഈ കുട്ടി അയാളുടെ മുഖഭാവത്ത് നിന്ന് ബ്ലർ ആയാലും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഈ കുട്ടിയെ ആക്രമിക്കണമെന്നോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കൂടുതൽ മുട്ടി ഒരുമി ഇരുന്ന് ആസ്വദിക്കണമെന്നോ ഒന്നും ഒരു മെന്റാലിറ്റി അയാൾക്ക് ഇല്ലാത്ത പോലെയാണ് പേഴ്സണലി എനിക്ക് ഈ വീഡിയോ കണ്ടപ്പം മനസ്സിലായത്. പിന്നെ നിങ്ങൾ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം പറ്റും, നിങ്ങൾ ഈ രാജ്യം വിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞത് വളരെ മോശമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മാത്രമേ എനിക്ക് അപ്സയോട് പറയാനുള്ളൂ. ഞാൻ
ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. രാവിലെ ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് കോട്ടയത്ത്, അതായത് എരുമേലിൽ നിന്ന് എറണാകുളത്തോട്ടൊക്കെ രാവിലെ വെളുപ്പിനെ KSRTCക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ഞാൻ തിരിച്ചെത്തുമ്പോൾ 10-11 മണിയാവും. എന്റെ ഹസ്ബൻഡാണ് എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പറഞ്ഞത്. എരുമേലി എത്തുമ്പോഴത്തേക്ക് ഹസ്ബൻഡാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പൊ അത്രയും ദൂരമൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ എന്റെ ഏതെങ്കിലും മിക്കപ്പോഴും എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സമയവും ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യാറ്, എത്ര ദൂരെയാണെങ്കിലും. കാരണം അതിനുള്ള ഗട്സ് എനിക്കുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് ഇങ്ങനെയുള്ള സമയങ്ങളും ട്രാൻസ്പോർട്ട് ആണ് ചൂസ് ചെയ്യാറുള്ളത്. അപ്പം KSRTC ആണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഇത്ര വർഷമായിട്ടും എന്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നിട്ടില്ല. അപ്പം അവിടെയൊക്കെ നമ്മൾ സേഫ് അല്ല എന്ന് പറയുന്നത് അത് വളരെ മോശമാണ്. എല്ലാവരെയും ഒരേ കണ്ണിൽ കൂടെ അപ്സ കാണാൻ ശ്രമിക്കരുത്. അപ്സയ്ക്ക് ഇവിടെ റീച്ചിന് വേണ്ടിയിട്ടല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ആദ്യം ഒരു വീഡിയോസ് ഇട്ടു, അതിന്റെ പുറമെ വീണ്ടും സെയിം വീഡിയോസ് വീണ്ടും റീപോസ്റ്റ് ചെയ്തു. അപ്പൊ റീച്ച് കൂടി, അതെടുത്ത് ഇയാൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആൾക്കാർ എടുത്തിട്ട് റിയാക്ട് ചെയ്ത് കുറച്ച് ആൾക്കാരിലോട്ട് റീച്ച് എത്തിച്ചു. അപ്പം ഇയാൾ ഇവിടെ ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങൾ അത്ര ജെന്യുവിനിറ്റി ഉള്ളതാണ് ചിലപ്പം ആയിരിക്കാം. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് അത് വേണ്ടുന്ന പോലെ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. വേണ്ടതുപോലെ പ്രസന്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഞങ്ങളെ പോലെ ഉള്ളവരിലോട്ട് ഇതൊരു ജെന്യുവൻ കാര്യമാണ് എന്നുള്ള ഒരു ബോധം ഞങ്ങളിലൂടെ എത്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ കുട്ടി രണ്ടാമതൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതിന്റെയും കൂടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹായ്, ഞാൻ അപ്സ KRG. നിങ്ങൾക്ക് അറിയായിരിക്കും. എടേ, ഞാനും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയത് എന്റെ വീട്ടിലോട്ട് അരിമേടിക്കാൻ തന്നെയാ എന്നും പറഞ്ഞ് ആ വീഡിയോ ഫേക്കാന്ന് നിങ്ങൾ പറഞ്ഞല്ലേ, അതത്ര ശരിയായിട്ടില്ല. പിന്നെ പുരുഷ സംഘത്തിന്റെ മുതലാളി എന്റെ തലയ്ക്ക് 10,000 വില ഇട്ടിട്ടുണ്ട്. ഞാൻ അഡ്രസ്സ് പറഞ്ഞു തരാം, ആ പൈസ ഇങ്ങോട്ട് വന്നേക്ക്. അല്ലെ ഒരു കാര്യം ചെയ്യും, ഞാനൊരു 20,000 രൂപ അങ്ങോട്ട് തരാം. എൻ്റെ ഉണ്ടായിട്ടൊന്നുമല്ല, ഞാൻ വല്ല പണയം വെച്ച് തരാം. ഞാൻ മാനം കെടുത്തി എന്ന് പറയുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, അയാളെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ. നിങ്ങൾ തലങ്ങും വിലങ്ങും വീഡിയോ ഇട്ട് നോക്കിയല്ലോ ആളിനെ കണ്ടുപിടിക്കാനായിട്ട്, ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? ഞാൻ തന്നെ ഒരു 80 ലക്ഷം ആൾക്കാരെ കാണിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞല്ലോ ഫേസ് ബ്ലർ ആക്കിയാലും റിലേറ്റീവ്സിനും കൂട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാ ആളിനെ മനസ്സിലാകുന്നു ഞാൻ കുടുംബം തകർത്തെന്ന്. വീഡിയോ ഇട്ടിട്ട് ഇത്രയും ദിവസമായില്ലേ, എന്നിട്ടും അയാൾ എന്താ പുറത്തു വരാത്തെ? അയാൾക്കറിയാം അയാൾ ചെയ്തത് പോക്കത്തിലാണെന്ന്. നിങ്ങൾ എന്നെ പിഴയെന്ന് വിളിച്ചല്ലേ? ഒരു കാര്യം ആലോചിച്ച് നോക്ക്, നാളെ എന്നെ പോലെ ഒരുത്തി റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പരിചയക്കാരെയും ഇതുപോലെ എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചോ, അവർ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അവർ കേസിന് പോകുമോ ഇല്ലയോ? ആലോചിച്ച് നോക്ക്. അപ്പം അയാൾ എന്തായിരിക്കും പുറത്തു വരാത്തതെന്ന്. റിയാക്ഷൻ വീഡിയോ ഇട്ട് ഇൻസ്റ്റാഗ്രാം ഗുരുക്കളോട് എനിക്ക് ഡിഫമേഷൻ കേസ് കഴിയാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. എനിക്ക് പക്ഷേ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എൻ്റെ കയ്യിൽ പൈസയും ഇല്ല. നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാഗ്രാം യൂണിവേഴ്സിറ്റിയിലെ വലിയ വലിയ ആൾക്കാരില്ലേ, പറ്റുമെന്നുണ്ടെങ്കിൽ റിയൽ വേൾഡിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഇത് കാണുന്ന ഏതെങ്കിലും ലോയേഴ്സോ അല്ലെങ്കിൽ നിയമ നടപടികൾ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യാം. ഇയാൾക്ക് ഓർക്കുന്നുണ്ട്, ഇയാൾ എടുത്ത വീഡിയോയിൽ ആ വ്യക്തിയുടെ മുഖം ബ്ലറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഇയാൾക്ക് തോന്നുന്നുണ്ടോ ഇത് ഇങ്ങനെ ഒരു പെണ്ണികാസാണ്? ഞാനാണ് അപ്സരജി പറഞ്ഞ ആ വ്യക്തി, ഞാനാണ് നമ്മുടെ ഹെലനോസ് പാട്ര വന്ന് പറഞ്ഞ പോലെ ആ വ്യക്തി, അതായത് ആ 1 മില്യൺ അടിച്ചെന്ന് പറഞ്ഞ ആ വ്യക്തി, അത് ഞാനാണെന്ന് പറഞ്ഞ പോലെ ഈ പുള്ളിക്കാരൻ വന്നിട്ട് അപ്സരജിയുടെ കൂടെ ഇരുന്ന് യാത്ര ചെയ്ത് KSRTC ബസ്സിൽ ഇരുന്ന് യാത്ര, ആ പെൺകുട്ടി ബ്ലർ ചെയ്ത വ്യക്തി ഞാനാണെന്ന് വന്ന് പറയുന്ന ഇയാൾക്ക് തോന്നുന്നുണ്ടോ? അതിപ്പരം മണ്ടത്തരം വേറെ ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഈ മുഖം ബ്ലർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്തരംകാരെ, അതായത് ഈ നമ്മുടെ KSRTC ബസ്സിൽ മറ്റെവിടെ സ്ഥലങ്ങളാണെങ്കിലും സ്ത്രീകളോടാണെങ്കിലും പുരുഷന്മാരോടാണെങ്കിലും മോശമായിട്ട് പെരുമാറുന്നവന്റെ കുടുംബം എങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്കത് ബ്ലർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവൻ പോക്കൃതരം കാണിച്ചുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കേണ്ടി വന്നത്. അപ്പം നമ്മൾ അതിനകത്ത് ബോധപ്പെടേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്തത്? അപ്സ ഇവിടെ ഇയാളുടെ മുഖം മറച്ചു വെച്ചു, എന്നിട്ട് ഇരുന്ന് വെല്ലുവിളിക്കുകയാണ്. ഇത്ര നാളുമായിട്ട് എന്താണ് വന്നിരിക്കുന്നത്? ചിലപ്പോൾ ഇയാൾ അത് അറിഞ്ഞ പോലും കണ്ടിട്ടുണ്ടാവത്തില്ല. ഇതൊരു സാധാരണ ഒരു മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പം ഇത് ഇയാളെ അറിയുന്ന പലർക്കും ഇത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഇയാളുടെ കുടുംബത്തിൽ ഇത് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ നാണക്കേട് കൊണ്ട് ഇതാരും വെളി വന്ന് പറയത്തില്ല. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ ഇതിന്റെ പുറകെ കേസും കാര്യങ്ങളുമായിട്ട് പോയിട്ടില്ല. നിങ്ങൾക്ക് റീച്ച് ആണ് മുഖ്യം എന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പം അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ബ്ലർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ടിരുന്നുണ്ട് എന്താണ് വീണ്ടും ക്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എന്നിട്ടും റിയാക്ഷൻ വീഡിയോക്കാർക്കാണ് കുറ്റം. എന്താണ് ബായി ഇത്? ഇവിടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ തലമണ്ട കീറിയിട്ടോ അല്ലെങ്കിൽ അവരുടെ മേഖലയിൽ കുറ്റം ആരോപിച്ചിട്ടോ അല്ലെങ്കിൽ ഡീഫോർമേഷന് പോകണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. മറ്റുള്ളവരുടെ സഹായം ചോദിക്കേണ്ട ഒന്നും ഒരു ആവശ്യമില്ല. ഇയാൾക്ക് തോന്നുക അടുത്തിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, നിങ്ങൾ ലീഗലി ഡയറക്റ്റ് അറ്റ് എ ടൈം നിങ്ങൾ മൂവ് ചെയ്യണമായിരുന്നു. കാരണം KSRTC വെച്ചുണ്ടായ ഒരു സംഭവമാണ്. കാരണം ഈ ഒരു കൊല്ലത്തിനിടെ കുറേയധികം KSRTC ബസ്, ട്രെയിന് തുടങ്ങി അങ്ങനെയുള്ള ട്രാൻസ്പോർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും കുറേയധികം മോശമായ അനുഭവങ്ങൾ ഉണ്ടായ
ഒരു വർഷമാണിത്, കുറെ അധികം സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടതാണ്. അതിനെല്ലാം നമ്മളെടുത്ത് പ്രതികരിച്ചാണ്, അതായത് ആർക്കാണ് ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുള്ളത് അവരുടെ കൂടെ നിന്ന് പ്രതികരിച്ച വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഓരോരുത്തരും. പക്ഷേ ഈ ഒരു പ്രശ്നം നമ്മൾ ഡിഫറെന്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് അപ്സയുടെ ഭാഗത്തു നിന്ന് തിരുത്തേണ്ടതാണ്. കാരണം അപ്സയ്ക്കാണ് ഇവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത്. നിങ്ങളത് പ്രോപ്പർ ആയിട്ട് പ്രസന്റ് ചെയ്തില്ല. പിന്നെ അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള റീസണും ഇതിനകത്ത് നമ്മൾ വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് അപ്സയ്ക്ക് എല്ലാവരും തന്നെ എതിരായിട്ട് സംസാരിച്ചത്. പിന്നെ മെൻസ് കമ്മീഷൻ പറഞ്ഞ ആ പുന്നാര മോന്, അവന് സവാദിന്റെ കാര്യത്തിൽ എന്താണ് പറഞ്ഞേക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അപ്സയ്ക്ക് എതിരായിട്ട് അയാൾ വീഡിയോ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതിനെ നമ്മൾ ഒട്ടും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അവനെ പോലെ ഒരു പന്ന ഡാഷ്മോൻ എന്ന് മാത്രമേ നമുക്ക് പറയാവുള്ളൂ. അപ്പൊ അവന്റെ വാക്കുകൾ കേൾക്കേണ്ട ആവശ്യമില്ല, അവനൊരു ഇത് കൊടുക്കേണ്ട കാര്യവുമില്ല. അപ്പൊ വളരെ മോശമായിട്ടാണ് അപ്സെ അതിനകത്ത് അയാള് വന്നിട്ട് പെരുമാറിയിട്ടുള്ളത്. നമ്മൾ ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. അപ്പം അത് ഒരു സൈഡിൽ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇപ്പൊ നമുക്ക് പറയാനുള്ളത് അപ്സയുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ അതൊരു കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. ഇതുപോലെ എനിക്കൊരു മുണ്ടക്കയത്ത് ഞാൻ നിൽക്കുമ്പോഴത്തേക്ക് എനിക്കൊരു ബുക്ക് സ്റ്റാളിൽ നിന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് 2022 തോന്നുന്നു, എനിക്ക് ഇതുപോലെ ഒരു മോശം അനുഭവം, അത് എന്നെ വേറെ രീതിയിലല്ല, നാക്കുകൊണ്ട് അയാൾ എന്നെ അപമാനിക്കുണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു മുണ്ടക്കയത്തെ ബുക്ക് സ്റ്റാളാണത്. ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ നേരെ കയറിപ്പോയത് മുണ്ടക്കയം പോലീസ് സ്റ്റേഷനിലോട്ടാണ്. എനിക്ക് വളരെയധികം വിഷമം വന്നു. ഞാൻ നേരെ കയറിപ്പോയത് മുണ്ടക്കയം പോലീസ് സ്റ്റേഷനിലോട്ടാണ്. അന്നേരം ഞാൻ കേസ് കൊടുത്തിട്ട് അന്നേരം തന്നെ പോലീസുകാർ ബുക്ക് സ്റ്റാളിൽ വന്നു, കാര്യം തിരക്കി ആ പുള്ളിയെ കൊണ്ട് എനിക്ക് മാപ്പ് പറയിപ്പിച്ചു. പബ്ലിക്കായിട്ട് തന്നെ ഞാൻ ആ സെക്കൻഡിൽ തന്നെ ആ കാര്യം ഡീൽ ചെയ്തു. കാരണം എനിക്ക് അവിടെ വെച്ച് അയാളുടെ കയ്യിൽ നിന്നുണ്ടായ അപമാനം പബ്ലിക്കായിട്ടാണ്. കാരണം ഞാൻ ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞു. കാരണം അത് പൈസ കൊടുക്കുന്ന ഇടപാടാണ്. അപ്പൊ ഞാൻ തിരിച്ച് പൈസ ചോദിച്ചപ്പോഴത്തേക്ക് അങ്ങനെ എനിക്ക് തന്നു എന്ന് പറഞ്ഞു. റിയൽ ആയിട്ട് അയാൾ എനിക്ക് തന്നിട്ടില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ കള്ളം പറയാന്ന് അയാൾ പറഞ്ഞു. അപ്പൊ അത്രയും കുട്ടികളും കാര്യങ്ങളും സ്ത്രീകളെല്ലാം ഇങ്ങനെ ചുറ്റുപാട് നോക്കി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അപമാനം എനിക്ക് ഉണ്ടായത്. ഞാൻ ആ സെക്കൻഡ് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടുന്ന് പോലീസുകാരെയും വിളിച്ച് കൂട്ടിക്കൊണ്ട് വന്നു. അവിടെ വെച്ച് തന്നെ പരസ്യമായിട്ട് മാപ്പ് പറയിപ്പിച്ചു പുള്ളിയെ കൊണ്ട്. അപ്പൊ അതാണ് നമ്മൾ സ്പോട്ടിൽ പ്രതികരിക്കണം. എന്തൊരു കാര്യമാണ് നമ്മൾ സ്പോട്ടിൽ കറക്റ്റ് രീതിയിൽ കറക്റ്റ് ടൈമിൽ പ്രതികരിക്കാൻ പഠിക്കണം. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അച്ഛക്ക് ഇതിനകത്ത് എന്തെങ്കിലും തിരുത്താൻ പറ്റുക, റീചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ റീചെക്ക് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോസ് കണ്ടിട്ട്, ഈ അപ്സ റെജിയുടെ ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. കാരണം ഈ കുട്ടി ഓരോ തവണ വീഡിയോ ചെയ്യുമ്പോൾ അപ്സ റെജിന്ന് വണ്ടയ്ക്കാൻ മുഴുപ്പിയെല്ലാം കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ റീച്ചിന് വേണ്ടിയിട്ടല്ല എന്നുള്ള കാര്യം എനിക്ക് തോന്നിയില്ല. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടവരെ ചുരുണ്ടിക്കാം. ബൈ.